ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹർഷിത ഒഫീഷ്യൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാവിലെ പൂജയാണ് കേട്ടോ. അതാണ്ട് ഈ ഓടുന്ന സാധനം എന്താണെന്നറിയാം, എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. സ്വന്തം അനിയത്തിയല്ല, എൻ്റെ രേവതി മാമിയുടെ മോളാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾ എന്തോ പറയുന്നത് വെച്ചാൽ ഇവൾ ഓട്ടമത്സരം നടത്തി. ഇവൾ പറഞ്ഞ് എന്തോ ഓട്ടമത്സരത്തിൽ എന്നെ പിടിച്ച് നിർത്തല്ലേ, ഞാൻ ജയിക്കത്തില്ല, ചേച്ചി എന്നെ തടയല്ലേ, ഒന്ന് പോണേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതാണ്ട് ഇവിടെ റെഡി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ കുടുംബക്കാവിലെ പൂജ അവസാനിക്കാറായി കേട്ടോ. അതാണ്ട് മഞ്ഞപ്പട്ടുടുത്ത് വെച്ച് അവസാനിപ്പിക്കുവാണ്. നൂറുമ്പാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുടുംബത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാം കഴിഞ്ഞു. അങ്ങനെ കുടുംബക്കാവിലെ പൂജ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കസേരയിരിക്കുക. കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. നൂറുമ്പാലിനാണ്. അതാണ്ട് ഈ കണ്ണൂസ്, അവളുടെ പേര് കണ്ണൂസ് എന്നാണ്, ആരാധ്യ എന്നാണ് സ്കൂളിൽ കളിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ എന്നെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ, കളിക്കാൻ വാ. അവസാനം അവൾ വിശക്കുന്നതെന്ന് പറഞ്ഞ് രാവിലത്തെ പാലപ്പവും ഗ്രീൻ പീസ് കറിയും കഴിക്കാൻ പോയി. പിന്നെ കുറച്ച് പേര് സർപ്പം പാട്ട് പാടിപ്പിക്കാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ തിരുമേനി അകത്തുനിന്ന് മഞ്ഞൾ ചന്ദനം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇത്രയും ബന്ധുക്കളുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ജോലിക്കൊക്കെ അങ്ങൊക്കെ പോയേക്കുവാണ്. അവരെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഇവിടെ നിൽക്കണം കേട്ടോ. അമ്മാവനും അമ്മായിയും എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുമായിരുന്നു. അപ്പം ഒരു ഉച്ച സമയമൊക്കെ ആയിരുന്നു. പിന്നെ കഴിക്കാനൊന്നും ആയിട്ടില്ലായിരുന്നു. ചേട്ടനും അമ്മയും പിന്നെ കണ്ണൂസും പിന്നെ ഞാനും ചേച്ചിയും എല്ലാവരും ഉണ്ട്. ഇത് ചേച്ചി എന്നെ പറ്റിക്കാൻ വേണ്ടി മാത്രം എടുത്തേ. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ എടുക്കണ്ടെന്ന്. ചേച്ചി മനഃപൂർവ്വം എൻ്റെ എടുത്തതാണ്. ചുമ്മാ ഞാൻ പറഞ്ഞാണ് എൻ്റെ എടുക്കണ്ടെന്ന്. അപ്പം അവിടെ കണ്ണൂസ് അവിടെ നിന്ന് ചാടി വരുന്നുണ്ട്. ഇവൾക്ക് എപ്പോഴും ചാട്ടുകളി. ഞാൻ ഇവളോട് പറയും, നീ മുയലാണ്. അവളെ വീഴാനായിട്ട് നടക്കുമോ. ഞാൻ അവളോട് പറയും, എടി താഴെ ഇറങ്ങടി. നമ്മൾ താഴെ ഇറങ്ങത്തില്ല. അവളുണ്ട്, അവളുടെ ഉടുപ്പിൻ്റെ ഒരു വള്ളിയുണ്ട്. അവൾ എപ്പോഴും അതേ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അവൾ താണ്ട കല്ലേക്കൂടെ പതുങ്ങി നടക്കുവാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇതെൻ്റെ മാമനാണ് കേട്ടോ. മാമനിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതെൻ്റെ അമ്മമ്മ. അപ്പോൾ എൻ്റെ വീഡിയോ എടുത്താൽ അങ്ങനെ അങ്ങ് പറ്റത്തില്ലല്ലോ. ഇത് ഞാൻ പൂജ അവിടെ നടക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാനിങ്ങനെ ചേച്ചിയെ കാണിച്ചിട്ട് പിന്നെ സൂം ചെയ്ത് അവരെയൊക്കെ കാണിക്കണം കേട്ടോ. വല്യച്ഛനും അമ്മമ്മയും അപ്പനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇവിടെ വന്ന് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ചില ഷോർട്സിലൊക്കെ കമൻറ്റ് ഓഫായി കിടക്കുവാണ്. അത് കുഴപ്പമില്ല, ലൈക്ക് തന്നാലും മതി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ. ഞങ്ങളുടെ കണ്ണൂസിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.